ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചും സഞ്ജു സാംസന്റെ ആരാധകരെ സംബന്ധിച്ചും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ തന്നെ റിലീസ് ചെയ്യണമെന്ന് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിനോട് സഞ്ജു ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 2025 IPL ഓപ്ഷന് സഞ്ജു സാംസൺ അവൈലബിൾ ആവുകയും ചെയ്യും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജസ്ഥാൻ റോയൽസിന്റെ മുഖമായിരുന്ന സഞ്ജു സാംസൺ പെട്ടെന്ന് ടീം വിടാനുള്ള കാരണം എന്താണെന്നതിനെ കുറിച്ചും അതുപോലെ സഞ്ജു ടീം വിട്ടു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ ഭാവി എന്താണ് എന്നതിനെ കുറിച്ചുമൊക്കെയാണ്. നമുക്കറിയാം, കരിയറിന്റെ തുടക്കകാലങ്ങളിൽ ഇന്ത്യൻ ടീമിലും അതുപോലെ കേരള ടീമിലുമൊക്കെ സഞ്ജു മധ്യനിരയിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ IPLിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള ഓപ്പണറായിരുന്നു സഞ്ജു. ആ പൊസിഷനിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ IPLിൽ പരിക്ക് മൂലം സഞ്ജുവിന് വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ ഇറങ്ങാൻ സാധിച്ചുള്ളൂ. അങ്ങനെ സഞ്ജുവിന് പകരക്കാരനായി വൈഭവ് സൂര്യവംശി എന്ന 14-കാരൻ രാജസ്ഥാന് വേണ്ടി അരങ്ങേറ്റം കുറിക്കുകയും തൻ്റെ സ്ഫോടനാത്മകമായ ബാറ്റിങ്ങിലൂടെ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുകയും ചെയ്തു. അങ്ങനെ രാജസ്ഥാൻ റോയൽസിൻ്റെയും ഇന്ത്യൻ ടീമിൻ്റെയും നെക്സ്റ്റ് ബിഗ് തിങ്, അതായത് ഭാവിയിലെ സൂപ്പർ താരം എന്ന വിശേഷണം വൈഭവ് നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ വൈഭവ് സൂര്യവംശിയും SSC ജയ്സ്വാളും ചേർന്ന് ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ഫോം ചെയ്യുകയും ഏത് ടീമും ഭയക്കുന്ന ഒരു ഓപ്പണിംഗ് സഖ്യമായി ഇരുവരും മാറുകയും ചെയ്തു. 2025 IPLിലേക്ക് വരുമ്പോൾ ഈ വിജയകരമായ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കാൻ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് തയ്യാറാകില്ല. അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് തൻ്റെ ഇഷ്ട പൊസിഷനായ ഓപ്പണിംഗ് വിട്ട് മിഡിൽ ഓർഡറിലേക്ക് മാറേണ്ടി വരുന്നു. ഈ ഒരു കാര്യം സഞ്ജു സാംസനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമാണ്. ഇന്ത്യൻ ടീമിന് വേണ്ടി കഴിഞ്ഞ സീരീസിലൊക്കെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്തത് സഞ്ജു ആയിരുന്നു. മാത്രമല്ല, വളരെ മികച്ച പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചതും. ഈ 2025 IPLിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ ഇന്ത്യൻ ടീമിലെ സ്ഥാനം സ്ഥിരമായി നിലനിർത്താൻ സഞ്ജുവിന് സാധിക്കുകയുള്ളൂ. അത് സഞ്ജുവിന് അറിയാം. ജയ്സ്വാളും ഗില്ലും സായി സുദർശനും ഉൾപ്പെടെയുള്ളവർ ഓപ്പണിംഗ് സ്ലോട്ടിന് വേണ്ടി ഇന്ത്യൻ ടീമിലെ ഓപ്പണിംഗ് സ്ലോട്ടിന് വേണ്ടി ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ തൻ്റെ ഇഷ്ട പൊസിഷനായ ഓപ്പണിംഗ് സ്ലോട്ട് വിട്ട് കളിക്കാൻ സഞ്ജു സാംസൺ തയ്യാറാകില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റുമായി പഴയതുപോലെ അത്ര നല്ല ബന്ധത്തിലല്ല സഞ്ജു. കഴിഞ്ഞ സീസണിൽ പരിക്ക് മൂലം നിരവധി മത്സരങ്ങളിൽ സഞ്ജു വിട്ടുനിന്നപ്പോൾ IPLിൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ചത് റയാൻ പരാഗായിരുന്നു. പരാഗിൽ ഭാവിയിലെ ഒരു ക്യാപ്റ്റനെ രാജസ്ഥാൻ കാണുന്നുമുണ്ട്. എന്തായാലും ഒന്നുറപ്പാണ്, രാജസ്ഥാനെ സംബന്ധിച്ചും സഞ്ജുവിനെ സംബന്ധിച്ചും ഈ വേർപിരിയൽ അത്ര സുഖമുള്ള കാര്യമല്ല. 2013 രാജസ്ഥാന് വേണ്ടി അരങ്ങേറിയത് മുതൽ രാജസ്ഥാൻ ടീമിന്റെ നട്ടെല്ലാണ് സഞ്ജു സാംസൺ. 2012 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലുണ്ടായിരുന്നെങ്കിലും ഒരു മത്സരത്തിൽ പോലും ഇറങ്ങാനുള്ള അവസരം സഞ്ജുവിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ 2013 പ്രകടനത്തോടെ രാജസ്ഥാൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായി സഞ്ജു സാംസൺ മാറി. 2013 അരങ്ങേറ്റ സീസണിൽ തന്നെ 11 മത്സരങ്ങളിൽ നിന്നും 206 റൺസ് നേടുകയും വിക്കറ്റ് മില്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത സഞ്ജു എമർജിംഗ് പ്ലെയർ എന്ന അവാർഡ് നേടിയിരുന്നു. പിന്നീട് 2016-17 സീസണുകളിൽ ഒത്തുകളി വിവാദത്തിൽപ്പെട്ട് രാജസ്ഥാൻ IPLിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് സഞ്ജു മറ്റൊരു ടീമിന് വേണ്ടി രംഗത്തിറങ്ങിയത്. അങ്ങനെ 2016-17 സീസണിൽ സഞ്ജു ഡൽഹി ഡെയർ ഡെവിൾസിന് വേണ്ടി കളത്തിലിറങ്ങി. 2021 രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി മാറിയ സഞ്ജു വളരെ മികച്ച പ്രകടനത്തിലൂടെ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയും ഫൈനൽ വരെ എത്തിക്കുകയും ചെയ്തു. ആ സീസണിൽ രാജസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്നുള്ള ബഹുമതി രഹാനയിൽ നിന്നും സഞ്ജു സ്വന്തമാക്കി. പിന്നീട് 2023 സീസണിൽ ടീമിനെ 5ാം സ്ഥാനത്തെത്തിക്കാനും സഞ്ജുവിന് കഴിഞ്ഞു. പിന്നീട് 2024 IPLിലായിരുന്നു രാജസ്ഥാന്റെ ഏറ്റവും മികച്ച പ്രകടനം കണ്ടത്. ആദ്യത്തെ 9 മത്സരങ്ങളിൽ 8ഉം ജയിച്ച രാജസ്ഥാൻ ക്വാളിഫയറിലാണ് പരാജയപ്പെട്ടത്. സഞ്ജു ആകട്ടെ 16 മത്സരങ്ങളിൽ നിന്നും 531 റൺസ് നേടുകയും അതിൽ തന്നെ 5 ഹാഫ് സെഞ്ചുറികളുണ്ട്. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. തൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയുന്ന പ്രകടനം 2024 അങ്ങനെ സഞ്ജു എന്നാൽ രാജസ്ഥാനും രാജസ്ഥാൻ എന്നാൽ സഞ്ജുവുമായി മാറി. ഈ ഒരു നിലയിൽ നിന്നും സഞ്ജു ടീം വിടുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം ഇതാണ്: സഞ്ജു ഇനി എങ്ങോട്ടാണ്? നിരവധി ടീമുകൾ സഞ്ജുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ സാധ്യത ചെന്നൈയിലേക്ക് പോകാനാണ്. ചെന്നൈ സഞ്ജുവിനെ നോട്ടം വിട്ട് കഴിഞ്ഞു. ധോണിയുടെ കാലം കഴിയുന്നതോടെ മികച്ച ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ചെന്നൈക്ക് ആവശ്യമുണ്ട്. മാത്രമല്ല, ഗെയ്ക്വാദും സഞ്ജുവും ചേർന്ന ഓപ്പണിംഗ് പെയർ വളരെ ഡെഡ്ലിയായ ഒന്നായി മാറുമെന്ന് ചെന്നൈക്ക് അറിയാം. അങ്ങനെ സഞ്ജുവിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർക്ക് ഒരേ സമയം ആശങ്കയും അതുപോലെ പ്രതീക്ഷയും നൽകുന്നു ഈ ഒരു വാർത്ത. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്